ഇതാരാ ഈ പണി പറ്റിച്ചത്? അതറിയാനാണല്ലോ ഞങ്ങൾ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നത്. സത്യമായി എനിക്കിതറിയില്ല. നിങ്ങൾക്കിത് ആരാ അയച്ചു തന്നത്? അയച്ചു തന്നത് മഞ്ചാടിയുടെ ചേട്ടനാ. പുള്ളിക്കിത് എങ്ങനെ കിട്ടിയെന്ന് അറിയേണ്ടത്. രജിസ്റ്റർ ഓഫീസ് എന്നല്ലാതെ ഇത് പുറത്തു പോകില്ലല്ലോ. അവിടെ പലരും വന്നു പോകുന്നതല്ലേ. ഈ കുട്ടിയെ പരിചയമുള്ള ആരെങ്കിലും സംശയം തോന്നി ഫോട്ടോ എടുത്ത് അയച്ചതാണെങ്കിലോ? പക്ഷെ രാജൻ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് പരമാവധി ആരും കാണാൻ നോക്കണമെന്നല്ലേ. പിന്നെന്തെങ്ങനെ സംഭവിച്ചത്? അത് ശരിയാണല്ലോ. ഞാൻ ആ അപേക്ഷയുടെ മേൽ വേറെ പല അപേക്ഷയും കയറ്റി വെച്ചിരുന്നല്ലോ. അത്ര പെട്ടെന്നൊന്നും ആരെയും കണ്ണിൽപ്പെടാൻ വഴിയില്ല. പിന്നെ ഇതെങ്ങനെ? ആ, ചിലപ്പോൾ ലവനായിരിക്കും. ആര്? അഭിജിത്ത്. ഞാനറിയാതെ അവൻ ഫോട്ടോ എടുക്കാൻ സാധ്യതയുണ്ട്. ചേട്ടാ, ഈ അഭിജിത്തിനെ കാണാൻ എന്താ ഒരു വഴി? അവൻ ഇനി കണ്ടിട്ടെന്താ? ലീക്കാകാനുള്ളത് ലീക്കായി. അതല്ല, അവൻ വഴി തന്നെയാണ് ഇത് ലീക്കായെന്ന് അറിയാൻ വേണ്ടിയാ. അതെ, റൂട്ട് അറിഞ്ഞാലല്ലേ ഇത് ആരുടെയൊക്കെ അടുക്കൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അവന്റെ നമ്പർ ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. വീട് ചിറക്കരയാണെന്നറിയാം. ചിറക്കരയിലൂടെ? ചിറക്കര മഹാദേവ ക്ഷേത്രത്തിനടുത്തേക്ക് പോകുന്ന വഴിയില്ല. ചിറക്കര മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള അഭിജിത്ത്. ഇതാണോ ആള്? ആ, ഇവൻ തന്നെയാ. പരിചയമുണ്ടോ? പിന്നെ നമ്മുടെ ഒരു പഴയ ഫ്രണ്ട് അല്ലേ. എന്നാ പിന്നെ കാര്യം എളുപ്പമായല്ലോ. ഇനിയിപ്പോ ഞാൻ നിൽക്കണോ? വിഷുവിന്റെ പരിപാടികളൊന്നും കഴിഞ്ഞില്ല. എന്നാ ശരി, രാജേട്ടൻ വിട്ടോ, നമുക്ക് കാണാം. ആ, ഓക്കെ. ഇവൻ എങ്ങനെയായിരിക്കും മഞ്ചാരുടെ കുടുംബമായിട്ട് കണക്ഷൻ? നീ അവനെ വിളിക്ക്. വേണ്ട, നമുക്ക് അഭിയെ നേരിട്ട് കണ്ട് സംസാരിക്കാം. അവനെ കൊണ്ട് ഭാവിയിൽ വേറെ ചില ഉപയോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ വിഷുവിന് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം രാമദാസൻ സാർ ഇവിടെ വന്നതാ. വലിയ നന്ദിയുണ്ട് ഞങ്ങൾക്കതില്. എന്തിനാ അനിതേരമ്മേ നിങ്ങൾ എന്നോട് നന്ദി പറയുന്നത്? ഗംഭീരമായ ഒരു വിഷുസദ്യ ഒരുക്കി തന്നതിന് ഞാൻ നിങ്ങളോടല്ലേ നന്ദി പറയേണ്ടത്? ഇനി നമുക്ക് ഓണത്തിന് കാണാം. അപ്പോഴേക്കും ചിലപ്പോ അശോകൻ ഗൾഫിൽ നിന്ന് വന്നാലോ? അന്ന് ഞങ്ങൾ ഒരുമിച്ച് വരാം. ഈശ്വരാ, അശോകന് ഓണത്തിന് മുമ്പ് വരൂ അനിതേ. ലീവ് കിട്ടുകയാണെങ്കിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. സന്തോഷം. ഹാർട്ട് ഓപ്പറേഷന് കയറ്റുമ്പോ ഇനി ഇങ്ങോട്ട് ഉണ്ടാവൂന്നും കൂടി പ്രതീക്ഷിച്ചതല്ല ഞാൻ. ദൈവം ഉണ്ട് കൂടെ. അമ്മേ, ദൈവം മാത്രമല്ല, ഞങ്ങളൊക്കെ ഒപ്പം ഉള്ളതുകൊണ്ട് കൂടിയാ അമ്മ രക്ഷപ്പെട്ടത്. എന്റെ കൂടെ നിൽക്കാൻ നിങ്ങളെയൊക്കെ തോന്നിപ്പിച്ചത് ദൈവം അല്ലേടാ. അതെ, ഈ പ്രായമായ അച്ഛനെയും അമ്മയൊക്കെ കൂടെ നടന്ന് സംരക്ഷിക്കുന്ന മക്കള് ഇപ്പൊ കുറവാ. അനിതേരമ്മ അതിന് ഭാഗ്യവതിയാ. ഇവന് നാട്ടിൽ തന്നെ സർക്കാർ ജോലി കിട്ടിയോണ്ട് ഇവനിന് അമ്മയെ വിട്ട് എങ്ങും പോവില്ല. അല്ലെങ്കിലും ഞാൻ പോവില്ല അച്ഛാ. ഇത്രയും നാളും അച്ഛനില്ലാതെ ഞങ്ങളെ വളർത്തിയത് അമ്മയാ. ആ അമ്മയെ വിട്ട് എങ്ങോട്ടും ഇല്ലെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടാ ആ IT കമ്പനിയിലെ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇവനൊരു സർക്കാർ ജോലി കിട്ടണം എന്നുള്ളത് അമ്മയുടെ വലിയ പ്രാർത്ഥനയായിരുന്നു അച്ഛൻ. ദൈവം അമ്മയോട് കാണിച്ച ഏറ്റവും വലിയ കരുണ അതാ. നമുക്കേ ഇവനൊരു കല്യാണം ആലോചിച്ചാലോ? അനിതേരമ്മ ആരോഗ്യം നന്നായിട്ട് സൂക്ഷിച്ചോ. എന്താ പിന്നെ നമുക്കങ്ങ് പോയാലോ അനിതേ? ശരി അച്ഛാ, അമ്മ ഞങ്ങൾ പോയിട്ട് വരാം. വാച്ച. ആ, ശരി എന്നാൽ. സന്തോഷേ, വണ്ടി എടുക്ക്. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ. കേൾക്ക അച്ഛാ. അപ്പൊ ശരി അബി, നീ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ ഒന്ന് അമ്മയും കൂട്ടി വാ. വരാച്ച. ഇനി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ.
ആരാ? ആഹാ, എടാ നീയായിരുന്നു എടാ. ആ ഉണ്ട്, ഇന്ന് വിഷു അല്ലേ, അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓ ആയിക്കോട്ടെ, ശരിയടാ. ആരാ മോനെ? ആ അതമ്മേ, എന്റെ പഴയൊരു സുഹൃത്താ. അമ്മ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. ആ ആസഫ, നീ എന്താ വിളിച്ച് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? അത് അളിയ ഒരു അത്യാവശ്യ കാര്യം അറിയാനാ. എന്താ ഇത് ജീവൻ രാജ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ആളിനെ മനസ്സിലാവും. ജീവൻ രാജ്? അത് തന്നെ. സബ് രജിസ്റ്റർ ഓഫീസില് രജിസ്റ്റർ മാരേജിന് അപേക്ഷ കൊടുത്ത കക്ഷിയാ. ആസഫേ, നിങ്ങളും എങ്ങനെയാ? പണ്ട് നമ്മൾ തമ്മിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ. താനാ ഞങ്ങൾ ഒറ്റ കൊടുത്തല്ലേ? അത് മഞ്ചാടി എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അടുത്ത ബന്ധുവാ. അതായത് എന്റെ അളിയന്റെ അനിയനായ ശബരിയേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയാ മഞ്ചാടി. ശബരിയേട്ടനോട് ഞാൻ ഈ വിവരം പറഞ്ഞു എന്നുള്ള സത്യം. അത് നിങ്ങളുടെ മാരേജ് നടക്കരുതെന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തൊന്നുമല്ല. ഈ ഫോട്ടോ നീയാണോ ശബരിയേട്ടന് ഇട്ട് കൊടുത്തത്? അതെ. ആസിഫെ, അത് പ്രശ്നമായോ? അത് പിന്നെ പ്രശ്നമാകാതിരിക്കും അഭി. വീട്ടില് വിഷുവിന് എല്ലാരും ഒത്തുകൂടിയപ്പോ അത് ലീക്കായി. ഇനി രജിസ്റ്റർമാരെ നടക്കുമെന്ന് തോന്നില്ല. എടാ സോറി, ഇങ്ങനെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യുന്ന താൻ പറ. മഞ്ചാടിയുടെ ബന്ധുക്കള് രജിസ്റ്റർ ഓഫീസിൽ ഒബ്ജക്ഷനുമായി എത്തും. അത് മറികടന്ന് ഞങ്ങളുടെ മാരേജ് നടത്തി കിട്ടാൻ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? താൻ അവിടുത്തെ സ്റ്റാഫല്ലേ? അത് ഞാൻ അവിടെ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അവിടുത്തെ നിയമങ്ങൾ പോലും ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ആ മഞ്ചാടിയുടെ വീട്ടുകാർ പരാതിപ്പെട്ട കേരളത്തിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചും ഇനി ഇവർക്ക് മാരെ രജിസ്റ്റർ ചെയ്ത് കിട്ടില്ല അഭി. അതിന് കാരണക്കാരൻ നീയാ. അതുകൊണ്ട് നീ അതിനെ പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. എടാ ആസിഫെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? ഡാ, രജിസ്റ്റർമാരെ നടക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇവനെ അവളെ എത്രയും വേഗം ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടിക്കണം. അതിന് ഞങ്ങൾക്ക് നിന്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. നീ അത് ചെയ്തു തന്നില്ലെങ്കിൽ നിന്റെ രജിസ്റ്റർ ഓഫീസിലെ ജോലിയെ വരെ അത് ബാധിക്കും. അതിനെന്താ വേണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ജീവ, ഭീഷണിയാണോ? ഏയ്, അങ്ങനെ ഒന്നും കരുതണ്ട അഭി. നമ്മൾ തമ്മിൽ ഒരു മത്സരം ഏറ്റുമുട്ടലോ ഒന്നും വേണ്ട. ഇവന്റെ പെണ്ണ് നാളെ വീട്ടിൽ നിന്ന് ചാടും. ഇന്ന് രാത്രി തന്നെ ഇവന് മിസ്സിംഗ് ആയിരിക്കും. ഡാ, നമ്മൾ ഇതുപോലെ മുമ്പ് ഒരു ഓപ്പറേഷൻ നടത്തി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതേ മൂടി പിടിച്ചാൽ മതി. ഞാൻ തന്നെ വിളിച്ചോളാം. വാ ജീവ, പോവാം. അഭിയൊന്നും പറഞ്ഞില്ല. ഓക്കെ ആണല്ലോ അല്ലേ?